നൂറ്റാണ്ടുകളുടെ കൊളോണിയൽ ചരിത്രമുള്ള കൊച്ചി. ഏലവും കുരുമുളകുമൊക്കെ വാങ്ങാനെത്തിയവർ പിൽക്കാലത്ത് അതിൻ്റെ വ്യാപാരികളായി മാറുന്നു. ഈ സുഗന്ധവ്യഞ്ജനങ്ങളും കയറുൽപ്പന്നങ്ങളുമൊക്കെ ശേഖരിച്ചു വയ്ക്കാനായി പണി കഴിപ്പിച്ച പാണ്ഡികശാലകൾ. അവർ താമസിച്ചിരുന്ന കൊട്ടാര സമാനമായ നിർമ്മിതികളൊക്കെ അവർ കടന്നുപോയപ്പോൾ കൊച്ചിയുടെ ചരിത്ര സ്മാരകങ്ങളായി മാറുന്നു. ഈ സ്മാരകങ്ങളിൽ തീർക്കുന്ന ഗൃഹാതുരമായ കരവിരുതുകൾക്ക് കാഴ്ചക്കാരിൽ വിവരിക്കാനാവാത്ത അനുഭൂതി സൃഷ്ടിക്കാനാവുന്നു. 2 വർഷത്തിലൊരിക്കൽ ഡിസംബറിലെ 12-ാം തീയതി മുതലുള്ള 100 ദിനങ്ങൾ കൊച്ചിക്ക് ഒരു ഉത്സവമാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിലേക്കുള്ള തിരിഞ്ഞു നോട്ടമാണ് കൊച്ചി മുസരിസ് ബിനാലെ. (2012) ബിനാലെയുടെ തുടക്കം. കോവിഡ് മഹാമാരി കാലത്ത് ഒരിക്കൽ ഇത് മുടങ്ങി. ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ 6ാമത്തെ എഡിഷനാണ്. ഫോർ ദ ടൈം ബീയിങ് എന്നാണ് ഇതിൻ്റെ തീം. ഇന്നത്തെ കൊടുങ്ങല്ലൂർ ഒരു വലിയ തുറമുഖമായി അനേക നൂറ്റാണ്ടുകൾ നിലകൊണ്ടു. അക്കാലത്ത് മുസരിസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആ തുറമുഖത്തിലേക്ക് ചൈനക്കാരും റോമാക്കാരുമടക്കം ധാരാളം പേർ എത്തിയിരുന്നു. അവിടങ്ങളിലെ ഗവേഷണങ്ങളിൽ നിന്നും ഈ ചരിത്രം വ്യക്തമാകുന്നു. ക്രിസ്തുവർഷം 1341 പെരിയാർ നദിയിലുണ്ടായ ഒരു വലിയ വെള്ളപ്പൊക്കം ആ തുറമുഖത്തെ തകർത്തു കളഞ്ഞു. അവിടെ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള കൊച്ചിയിലേക്ക് വ്യാപാരം മാറ്റേണ്ടി വരുന്നു. വിദേശികൾ അവിടേക്ക് വരാൻ തുടങ്ങുന്നു. കോഴിക്കോട് രാജാവായ സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിലുള്ള നിരന്തരമായ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാലം. സുരക്ഷയ്ക്കായി കൊച്ചി രാജാവ് അവിടെ വന്നുകൊണ്ടിരുന്ന ചൈനീസ് വ്യാപാരികൾ വഴി ചൈനയിലെ മിങ് രാജവംശത്തിൻ്റെ സഹായം തേടുന്നു. 1406 മുതൽ 27 വർഷക്കാലം കൊച്ചിയെ സാമൂതിരിയിൽ നിന്ന് സംരക്ഷിച്ചത് ഈ മിങ് രാജവംശമാണ്. എന്നാൽ പിന്നീട് സാമൂതിരിയുടെ സൈന്യം കൊച്ചിയെ കീഴടക്കി. ഈ സാഹചര്യത്തിലാണ് 1498 വാസ്കോ ഡി ഗാമ എന്ന പോർച്ചുഗീസുകാരൻ കോഴിക്കോട്ടെത്തുന്നത്. എന്നാൽ സാമൂതിരിക്ക് അദ്ദേഹത്തോട് അടുപ്പം തോന്നിയില്ല. 2 വർഷങ്ങൾക്ക് ശേഷം പെട്രോ അൻവാരസ് കെബ്രാൾ എന്ന പോർച്ചുഗീസ് അഡ്മിറൽ കൊച്ചിയിലെത്തി. രാജാവ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തെങ്കിലും അദ്ദേഹം കൊച്ചിയെ സംരക്ഷിക്കാൻ പ്രാപ്തനായിരുന്നില്ല. ഇക്കാരണത്താൽ പോർച്ചുഗൽ രാജാവ് വാസ്കോ ഡി ഗാമയെ കൊച്ചിയിലേക്ക് നിയോഗിച്ചു. അങ്ങനെ പോർച്ചുഗീസുകാർ 1503 മുതൽ 1663 വരെ കൊച്ചിയെ ഭരിച്ചു. രാജാവ് പോർച്ചുഗീസുകാർക്ക് വിധേയനായി ഭരണം നടത്തി. 1663 മറ്റൊരു യൂറോപ്യൻ ശക്തിയായ ഡച്ചുകാർ കൊച്ചിയുടെ സമീപ ദ്വീപായ വൈപ്പിനിലെ ഞാറയ്ക്കലിൽ വന്നിറങ്ങി. ദ്വീപിന്റെ വടക്കേ മുനമ്പിലുള്ള പോർച്ചുഗീസുകാരുടെ കോട്ട പിടിച്ചെടുത്തു. ഇതോടൊപ്പം പോർച്ചുഗീസുകാരുമായി യുദ്ധം ചെയ്ത് ഡച്ചുകാർ അവരെ തോൽപ്പിച്ചു. അവിടെയും കൊച്ചി രാജാവ് ഡച്ചുകാരെ മുൻനിർത്തി ഭരണം തുടർന്നു. 1664 ഫോർട്ട് കൊച്ചിയെ അവർ മുനിസിപ്പാലിറ്റിയായി മാറ്റി. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ആദ്യ മുനിസിപ്പാലിറ്റി. ഇങ്ങനെ ഡച്ചുകാർ മുന്നോട്ട് പോകുമ്പോഴാണ് മൈസൂരിൽ നിന്നും ഹൈദരാലിയും മകനായ ടിപ്പു സുൽത്താനും മലബാർ ആക്രമിച്ച ശേഷം കൊച്ചിയിലേക്ക് കടക്കുന്നത്. അത്തരം സാഹചര്യത്തിലാണ് യൂറോപ്പിൽ നിന്നും ബ്രിട്ടീഷുകാർ എത്തുന്നത്. അവർ ടിപ്പുവിനെ തോൽപ്പിച്ചു. പിന്നീട്
ഡച്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടാക്കിയ ഉടമ്പടി പ്രകാരം ബ്രിട്ടന്റെ കൈവശമുണ്ടായിരുന്ന മലയായിലെ ചില ദ്വീപുകൾക്ക് പകരം ഡച്ചുകാർ കൊച്ചിയെ ബ്രിട്ടന് കൈമാറി. തുടർന്നും കൊച്ചി രാജാവ് ബ്രിട്ടന്റെ സഹായത്തോടെ ഭരണം തുടർന്നു. മലബാർ അടങ്ങുന്ന പ്രദേശവും അവർ മദ്രാസിനോട് ചേർത്ത് ഭരണം നടത്തി. 1920 മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് വെല്ലിംഗ്ടൺ കൊച്ചിയെ ഒരു വലിയ തുറമുഖമാക്കാൻ തീരുമാനിച്ചു. ഇതിനായി റോബർട്ട് ബ്രിസ്റ്റോ എന്ന പ്രഗത്ഭനായ ഒരു എഞ്ചിനീയറെ വരുത്തി 19 വർഷങ്ങൾ കൊണ്ട് വേമ്പനാട്ട് കായലിൽ നിന്ന് മണ്ണും ചെളിയും കോരി ആഴം വർദ്ധിപ്പിച്ചു. ആ കോരിയെടുത്ത ചെളിയും മണ്ണുമിട്ട് ഒരു പുതിയ ദ്വീപുണ്ടാക്കി. ആ ദ്വീപാണ് ഇന്നത്തെ വെല്ലിംഗ്ടൺ ഐലൻഡ്. ഈ ദ്വീപിനെ മട്ടാഞ്ചേരിയുമായും എറണാകുളത്തെ തേവരയുമായും 2 പാലങ്ങൾ വഴി ബന്ധിപ്പിച്ചു. പിന്നീട് ഈ വെല്ലിംഗ്ടൺ ഐലൻഡിൽ പോർട്ടും അതിൻ്റെ അനുബന്ധ ഓഫീസുകളും സ്ഥാപിതമായി. സതേൺ നേവൽ കമാൻഡും അതിൻ്റെ ഭാഗമായി. 2ാം ലോക മഹായുദ്ധത്തിന് അനുബന്ധമായി ഉണ്ടാക്കിയ എയർപോർട്ടും ഇന്നൊരു ചരിത്രമാണ്. നെടുമ്പാശ്ശേരി വരുന്നതുവരെ ഇതായിരുന്നു കൊച്ചിയുടെ എയർപോർട്ട്. ഇതിനിടെ 1866 ഫോർട്ട് കൊച്ചി മുനിസിപ്പാലിറ്റിയെ ബ്രിട്ടീഷുകാർ കൂടുതൽ കാര്യക്ഷമമാക്കി. 1925 മഹാരാജാവ് മട്ടാഞ്ചേരിയെയും എറണാകുളത്തെയും മുനിസിപ്പാലിറ്റിക്ക് തുല്യമായ ടൗൺ കൗൺസിലുകൾ ആക്കി. 1960 മട്ടാഞ്ചേരി മുനിസിപ്പാലിറ്റി എറണാകുളത്തെയും ഫോർട്ട് കൊച്ചിയെയും ഒന്നാക്കി കൊച്ചിൻ കോർപ്പറേഷൻ ആക്കണമെന്ന പ്രമേയം പാസാക്കി സർക്കാരിന് അയച്ചു. ഫോർട്ട് കൊച്ചി ഇത് അംഗീകരിച്ചില്ല. പിന്നീട് സംസ്ഥാന സർക്കാർ നടത്തിയ ശ്രമഫലമായി 1967 നവംബർ 1 കൊച്ചിൻ കോർപ്പറേഷൻ നിലവിൽ വന്നു. 2012 നടന്ന ആദ്യ ബിനാലെയിൽ മിക്കവാറും ഇൻസ്റ്റലേഷൻസ് അഥവാ സൃഷ്ടികൾ ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലുമായിട്ടായിരുന്നു ഒരുക്കിയിരുന്നത്. 2ാം ബിനാലെയിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്നും 40 കിലോമീറ്റർ അകലെയുള്ള കൊടുങ്ങല്ലൂരിലും ഗംഭീരമായ ഒരു സൃഷ്ടി സ്ഥാപിച്ചിരുന്നു. ഇപ്രാവശ്യം ആദ്യമായി ബ്രിസ്റ്റോ സായിപ്പുണ്ടാക്കിയ വെല്ലിംഗ്ടൺ ഐലൻഡിലെ ഒരു ഗോഡൌൺ അല്ലെങ്കിൽ പാണ്ഡികശാലയിലും 12ഓളം സൃഷ്ടികൾ ഒരുക്കിയിരിക്കുന്നു. ആ ഇടത്തിലേക്ക് നമ്മെ സ്വാഗതം ചെയ്യുന്നത് തന്നെ തെക്കേ ആഫ്രിക്കയിലെ സെഷെ ബൊബാബെയുടെ ആഫ്രിക്കൻ വന്യതയിലെ പുരാതന കുടിലുകളാണ്. ചെളിയും മണ്ണും വൈക്കോലും കൊണ്ട് നിർമ്മിച്ചവയിൽ നമുക്ക് നമ്മുടെ പൂർവികരെയും കണ്ടെത്താം. കലാപകലുഷിതമായിരുന്ന ഉത്തര ശ്രീലങ്കയിലെ കിളിനോച്ചിയിൽ നിന്നുമുള്ള വനോജ തർമ്മലിംഗത്തിന്റെ സൃഷ്ടികൾ, നമ്മുടെ ഗുജറാത്തിലെ ഭാവ്നഗറിൽ നിന്നുമുള്ള ഹിമാൻഷു ഇമോദിന്റെ കപ്പൽ പൊളിശാലയുണ്ടാക്കുന്ന മാനസിക സംഘർഷമൊക്കെ ഗംഭീരമായിരിക്കുന്നു.